നമ്മുടെ ഈ സൂപ്പർ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന ആ സൂപ്പർ ഫാമിലി ആരാണ്? അയ്യോ എടി ശ്യാമള എന്തിനു ഫ്ലോറാ ഇത്? സൂപ്പർ അല്ലേ? ഉത്സവം പോലെ ഇരിക്കണ്. എനിക്ക് ഡൗട്ട് ഇതിനൊക്കെ ആര് കറണ്ട് ചെലവ് കൊടുക്കണ്? അതൊക്കെ ആരെങ്കിലും ഉറച്ചോളൂ. നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കുന്നത്? ആ ശരിയാ, സൂപ്പർ അല്ലേ? എന്തായാലും ശ്വാസമോൾക്കൊക്കെ ഭാഗ്യം തന്നല്ലേ. ആ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ? അവർക്ക് രണ്ടുപേർക്കും മാമന്റെ കഴിവാ കിട്ടിയിരിക്കുന്നത്. ഏത് മാമന്റെ കഴിവ്? അതിന് നിങ്ങക്ക് എന്ത് കഴിവാണുള്ളത്? എന്റെ രണ്ട് മക്കൾക്കും ഈ മാമിയുടെ കഴിവാണ് കിട്ടിയിരിക്കുന്നത്. അല്ല മാമന്റെ കഴിവാ കിട്ടിയിരിക്കുന്നത്. മാമിയുടെ കഴിവാ കിട്ടിയിരിക്കുന്നത്. നിനക്ക് സംശയം ഉണ്ടോ? ഉണ്ട്. ശരി. ഹേ ശരി, സ്വാസിക്കും മിയയ്ക്കും ആരുടെ കഴിവാണ് കിട്ടിയിരിക്കുന്നത്? കേട്ടാ? ഇപ്പൊ ശരിയാക്കി തരാം. ശരി, സത്യം പറഞ്ഞാൽ ഈ മടല് വെട്ടിയാൻ അടിക്കും. സാസ്യ മോൾക്കും മിയ മോൾക്കും ആരുടെ കഴിവാണ് കിട്ടിയിരിക്കുന്നത്? അമ്മയുടെ കഴിവ്. അമ്മയുടെ കഴിവ്. ശരി, ഇതൊരുമാതിരി രണ്ട് വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കല്ലേ, ഇത് ശരിയാവൂലോട്ടോ. സോറി സോറി. അയ്യോ അയ്യോ, ഞാൻ കണ്ടില്ല. കാണാത്ത ഒരു മിന്നായ പോലെ കണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞങ്ങ് പോയതാ. മാമനും മാമിയൊക്കെ ഇവിടെ ജീവനോടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടോ? പണ്ട് ലൊക്കേഷനിൽ പോകാനും പ്രോഗ്രാമിന് പോകാനും എല്ലാം മാമിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മോക്ക് എല്ലാത്തിനും പ്രേം മതി. മോക്കാണെങ്കിൽ എല്ലാത്തിനും പ്രേം മതി. ഇങ്ങർക്കാണെങ്കിൽ ചെറിയോട് പ്രേമം. എനിക്കാണെങ്കിൽ ഒരു കോഴിക്കുഞ്ഞു പോലും ഇല്ല പ്രേമിക്കാൻ. അയ്യോ, ഈ വയസ്സാങ്കാലത്ത് എന്നാലും ഇതൊരു നടത്തിച്ചല്ലേ. എന്തിനാ പെണ്ണെ നീ കാണിച്ചേ? എന്ത് പറ്റി? എന്നാലും നമുക്ക് കാലൊക്കെ വയ്യാത്തല്ലേ, വല്ലപ്പോഴൊക്കെ വീട്ടിലൊക്കെ വരണ്ടേ. നിങ്ങളിപ്പോ കാണണമെങ്കിൽ ഇപ്പൊ അമൃത TV തുറക്കണം. സമയമില്ല. അമൃത ടിവിയുടെ പൊന്നോമനയായി പോയില്ല ഞാൻ. എന്ത് ചെയ്യാനാ? ശരിയാ ശരിയാ. അയ്യോ ദേ നമ്മുടെ മിയമോള് ഞാനിവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ല കണ്ടില്ല, അവിടല്ലയോ കണ്ടില്ല. അത് തന്നെ. നിങ്ങൾ ആരെ കാണില്ല. നീയോട് പരിഭവമൊന്നുമില്ല, എന്നോട് മാത്രമേ ഉള്ളൂ പരിഭവം. നീയെ കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. നമുക്ക് ശ്വാസമോളോട് ഇത്തിരി കൂടുതൽ വണക്കാം. ഞങ്ങൾക്കല്ല പ്രശ്നം, ചിറ്റപ്പനാ പ്രശ്നം. അത് തന്നെ. ചെപ്പൻ എന്താ പ്രശ്നം ഉണ്ടാവാൻ കാരണം? നിങ്ങൾ പറയാൻ. അയ്യോ ഹേ സറി, ഞാനിവിടെ പറയാൻ വന്ന പ്രശ്നം എന്തായിരുന്നു? ചിറ്റപ്പൻ ചിറ്റപ്പൻ. ചിറ്റപ്പൻ ശ്വാസമോളോട് വണക്കത്തില്ല. എന്തിന്? അത് ചിറ്റപ്പനോട് തന്നെ ചോദിക്കാം. ചിറ്റപ്പൻ എവിടെ? ചിറ്റപ്പൻ വെളിയിൽ പിണങ്ങിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും നമുക്ക്? എന്നാ വിളിക്കട്ടെ? വിളിക്കാം. ചേട്ടാ ഇങ്ങ് കേറി വാ. നിങ്ങൾ വിളിക്കും മനുഷ്യ, നിങ്ങൾ വിളി. അളിയ അങ്ങോട്ട് കേറി വാ. എന്തിന്? ഓ ഞങ്ങൾ വിളിച്ചാ വരില്ല, നിങ്ങൾ വിളിക്കും പിള്ളേരെ. നിങ്ങൾ രണ്ടുപേരും വിളി. ഒന്ന് വായോ. ചിറ്റപ്പൻ ഒരു മാറ്റമില്ല. ഇല്ല, ഒരു മാറ്റമില്ലല്ലേ. ചിറ്റപ്പ ഒരു മാറ്റമില്ല. അല്ല ചിറ്റപ്പൻ എന്താ പറ്റിയേ? ചിറ്റപ്പ ഞാനും ഇവിടെ ഉണ്ട്. ചിറ്റപ്പ യാത്രയൊക്കെ സുഖമായിരുന്നോ? ചിറ്റപ്പ ലഡാക്കിലൊക്കെ പോയി എന്നൊക്കെ കേട്ടു. അവിടെ മോൾ എന്നോട് മിണ്ടണ്ട. അളിയ എന്ത് ഷോക്ക് അടിച്ചോ? ഈ ചിറ്റപ്പൻ ഇതെന്താ? ശ്വാസമുള്ള മാമന്റെ ഈ തോളത്ത് അല്ല, ഈ തോളത്തിട്ട് വളർത്തിയതാ. എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡാൻസ് കളിക്കും, തലയിൽ വെച്ച ആങ്കറി വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാ സിനിമയിൽ അഭിനയിക്കും. അങ്ങനെ വളർത്തിയതാ അതിന്റെ. ചിറ്റപ്പ ഞാൻ എന്താ ചെയ്തെന്നൊന്നും പറ. എനിക്ക് ശ്വാസമുള്ള കല്യാണം കൂടാൻ പറ്റിയില്ല. അയ്യോ ഇല്ല, എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ ആരാ? ശശി. മിണ്ടാണ്ടിരിക്കരുതിയിൽ എണ്ണ കോരി ഒഴിക്കാൻ അമ്മാവനും. അല്ല എനിക്ക് മീയെ എന്നെ ഓർമ്മിപ്പിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് പറ്റിപ്പോയത് ചിറ്റപ്പ. എന്നാലും ഈ തോളത്തിട്ട് വളർത്തിയതാ. എന്നാലും ഒന്ന് ഓർക്കായിരുന്നു. സോറി ചിറ്റപ്പ, സോറി. വഴക്കൂടല്ലോ. കല്യാണം ഒന്നുകൂടെ കാണണം. ഹേ സറി, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കൂ. എനിക്ക് വീഡിയോ വേണ്ട, എനിക്ക് നേരിട്ട് കാണണം. അയ്യേ നേരിട്ട് ഇപ്പൊ കല്യാണം എങ്ങനെ കാണാനാ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മാസമായില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ വേറെ കുറച്ച് സ്ഥലത്ത് പോയിരിക്കായിരുന്നു. എന്നാലും നിങ്ങൾ വിളിക്കണമായിരുന്നു. അല്ല എന്നാലും ഗോവയിൽ എന്തോ പോയേക്കുമായിരുന്നു. അല്ല അളിയ എന്തിനു ഗോവയിൽ പോയ? ഗോവയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഹേ ശരി, അമ്മമ്മൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ? കല്ല് വെച്ചെന്നോ? അത് വിട, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ശരിയാ. എന്നാലും എനിക്ക് ശ്വാസമുള്ള കല്യാണം കാണണം. അയ്യോ ഇങ്ങനെ വാശി പിടിച്ച് ഈ ചിറ്റപ്പനത് എന്തുവാ? മീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ എന്നാ ചെയ്യാൻ? ഇപ്പൊ കഴിഞ്ഞു പോയില്ലേ? ഞാൻ കേൾക്കില്ല. എനിക്ക് ഒന്നുകൂടെ കല്യാണം കാണണം. അപ്പൊ ഇനി ഒന്നുകൂടെ കെട്ടിക്കണം. കെട്ടിക്കണം. വേറെ ആളെ കൊണ്ടാ? അല്ല, പ്രേം മരുമനെ കൊണ്ട് തന്നെ. പ്രേം
മരുമോൻ. പ്രേം മരുമോന്. പക്ഷെ പ്രേം ഇവിടെ ഇല്ല ചിറ്റപ്പ. പ്രേം അങ്ങ് ചെന്നൈയിലാണ്. പ്രേം മരുമോനെ ഞാൻ വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ കല്യാണം കഴിയാൻ പറ്റുമോ? പിന്നെ മിണ്ടാണ്ടിരിക്കുക. അയ്യോ അല്ല അതിപ്പോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ? ഒന്നില്ല പറ്റുമോ? നോക്കാന്ന് പറ. ആ നോക്കാം. ഉറപ്പാണേ. ആ ഇനി വാക്ക് മാറ്റി പറയരുത്. പക്ഷെ ആ ഇല്ല. ആ. ഇല്ല പ്രേം ഇല്ല ഇല്ല. മരുമോനെ ഇങ്ങ കേറി പോരെ. പ്രേമാ. പ്രേമ അല്ല പ്രേം. ഞാൻ അങ്ങനെ വിളിക്കുന്നേ. പ്രേം മരുമോനെ വാ. നല്ല വിശേഷം മോനെ. കണ്ടോ അതെ ഇതെങ്ങനെ ചിറ്റപ്പ വിളിച്ചപ്പോഴേക്ക് എന്തിനൊക്കെ മോനെ ചിറ്റപ്പ വിളിച്ചപ്പോഴേക്ക് എന്തിനാ കേറി പോകുന്നത്? ഇതുകൊണ്ടാ ഞാൻ മിണ്ടാത്തത്. എനിക്കൊരു വേലയില്ലാത്ത പോലെ. ഞാനേ ഒന്നും നോക്കിയില്ല. എന്റെ ഗോവ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ചെന്നൈ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോഴും അവിടെ നിന്നും അഭിനയിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ മരുമോൻ പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്ത ഫ്ലൈറ്റിൽ പല്ലക്കും കയറ്റി ഇങ്ങ് കൊണ്ടുവന്നു. പല്ലോ അല്ല അത് പക്ഷേ ബുക്ക് ചെയ്തപ്പോ വേറെ ആൾക്കാർ കൊണ്ടുപോയി. അതാ പറ്റിപ്പോയത്. എങ്ങ് കൊണ്ടുവന്നു. വേണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് അറിയോ? ആ അനുഭവിച്ചോ അപ്പൊ അറിയാം. എനിക്ക് നിങ്ങളുടെ കല്യാണം ഒന്നുകൂടെ കാണണം. പിന്നെ കല്യാണം കഴിക്കണോ? ഒന്നുകൂടെ കഴിക്കണം. എന്നെ നിങ്ങളുടെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. കല്യാണം കഴിച്ചല്ലേ? പറ്റില്ല, എനിക്ക് നേരിട്ട് കാണണം. അല്ലെങ്കിൽ തന്നെ ഞങ്ങള് സോഷ്യൽ മീഡിയ നിങ്ങളുടെ കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞില്ലേ ചോദിക്കാം. ശരി, ഞങ്ങൾ ചിറ്റപ്പന്റെ ആഗ്രഹമല്ലേ, കാണാൻ പറ്റിയില്ല. അത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പ്രശ്നാവോ? ഇപ്പൊ പ്രേം വന്നിട്ടുണ്ട്, സ്വാസിക ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ചെറിയൊരു സെറ്റപ്പിൽ ഒന്നുകൂടെ ഒന്ന് കല്യാണം കാണിച്ചു കൊടുക്കാം. കോസ്റ്റ്യൂം ഇത് സീരിയലിലെ കോസ്റ്റ്യൂമാ. അത് സാരമില്ല, മുണ്ടൊക്കെയല്ലേ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ തന്നെ കല്യാണത്തിനുള്ള പരിപാടികൾ ചെയ്യാം. വേഗം. ശരി എന്നാ ഓക്കെ ശരി റെഡി അല്ലേ? കല്യാണം കഴിക്കാല്ലേ? പിന്നെ കഴിക്കാലോ. റെഡിയല്ലേ? എല്ലാം ആ പൂവില്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കില്ല. എല്ലാം ഓക്കെ. ഇനിയൊന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് എല്ലാം ശരിയാണോ? എല്ലാം ശരി. ശരി, ഞങ്ങളന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ. ആ ഇപ്പൊ സന്തോഷായി മക്കളെ, സന്തോഷായി. മാമന് സന്തോഷായി, ചിറ്റപ്പന് ചിറ്റപ്പന് സന്തോഷമായി, മാമന് സന്തോഷമായി. അന്ന് ഞങ്ങൾ അങ്ങോട്ട് ആ ഇരിക്കാം. ശരി ശരി അനുഗ്രഹിക്കറേ. ആ ശരി. അനുഗ്രഹിക്കുന്നു. അപ്പൊ അവരവിടെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഞാൻ ഒരുക്കങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ആയിക്കോട്ടെ. ഹലോ, ഒരു ചെറിയ കല്യാണ സെറ്റപ്പിനുള്ള സാധനങ്ങളൊക്കെ പോരട്ടെ ചിറ്റപ്പ. അപ്പൊ എല്ലാം ഹാപ്പി അല്ലേ? ഇതേ നമ്മുടെ കല്യാണത്തിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ എല്ലാത്തിനും ഹാപ്പി. അപ്പൊ കല്യാണം അങ്ങ് നടത്തിയേക്കട്ടെ? നടത്താം. ഓക്കെ, അവിടെ നിന്നോ, ഞാൻ താവൻ. ശരിക്കും വയ്യ. ഇങ്ങനെ ഒരു ഹാപ്പി കപ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ചിറ്റപ്പന്റെ അനുവാദത്തോടു കൂടി സന്തോഷായി. നിങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിയ ആ ഒരു ബീച്ച് വെഡിങ്ങിന്റെ അതേ കോൺസെപ്റ്റ് ഞാൻ ചിറ്റപ്പൻ കലക്കി. അതെ, ചിറ്റപ്പൻ ഒന്നും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാ കെട്ടിക്ക്. അപ്പൊ അതെ, ചിറ്റപ്പൻ ഒന്നും മിസ്സാവണ്ടെന്ന് വിചാരിച്ച അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. കല്യാണം ഒന്ന് നടത്തിയേക്കട്ടെ? എത്രയും പെട്ടെന്ന്. ഇതൊക്കെ റെഡിയായോ? ശരി നോക്ക് ശരി. ചിറ്റപ്പ കൊലുസുകൾ കുയിലെന പാടുതടി, കൈവളയൽകൾ പേസുതടി, ഇരുമനം ഒരു മനമാകുമടി, இந்த திருமணம் வந்ததடி. താങ്ക് യു ചിറ്റപ്പ. പക്ഷെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പക്ഷെ ഒന്നും കൂടി കല്യാണം കഴിച്ചപ്പോ ഒരു സുഖമുണ്ടല്ലേ? അതെ അതെ. ഏതായാലും കൊള്ളാം. കല്യാണം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ഒന്നുകൂടെ ഒന്ന് കൊഴിപ്പിക്കണ്ടേ? നീ അതിനെന്താ? നമുക്ക് കിടക്കല്ലേ ആൾക്കാര്. എവിടെ നമ്മുടെ ഡാൻസേഴ്സ്? കമോൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ചിറ്റപ്പ. സന്തോഷായി മക്കളെ. അമ്മായി ഒരാഗ്രഹം കൂടി ഉണ്ട്. ഇനി എന്താ? ഒരേ ഒരു ആഗ്രഹം കൂടി. മിയമോളുടെ ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവരണം. അതാണ് എന്റെ ഇനി ഏക. രക്ഷപ്പെട്ടു. അത് കുഴപ്പമില്ല. നമുക്ക് ഇപ്പൊ എന്തായാലും വേണ്ട. നമുക്ക് വഴിയേ അതിനുള്ള ഒരു കാര്യം ഞാൻ തന്നെ ശരിയാക്കി തരാം ചിറ്റപ്പ. വഴിയെ പരിഹാരം ഉണ്ട്. ഇനി കൂടുതൽ ആഗ്രഹങ്ങളൊന്നും പറയരുത്. സന്തോഷായി.
ഞങ്ങൾക്കും സന്തോഷായി. സിരിക്ക് സന്തോഷായോന്ന് ചോദിക്കൂ. താങ്ക് യു. ശരി, സന്തോഷമായോ? അടിച്ചുപോയി.